ചാലക്കുടി പുഴയിലുള്ള ചില ബിരുദന്മാരെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്കറിയാലോ. ഈ മഴ കുറഞ്ഞു അതുകൊണ്ട് ഈ ചാലക്കുടി പുഴയിൽ വെള്ളം താഴ്ന്നതോടെ തുരുത്തുകളിലും പാറപ്പുറത്തുമൊക്കെ സ്ഥിര സാന്നിധ്യമായിരിക്കുകയാണ് അവിടുത്തെ മുതലകളും ചീങ്കണ്ണികളും. ചതുപ്പൻ മുതലകൾ എന്ന് പ്രാദേശികമായി വിളിക്കുന്ന ഈ മുതലകളെയാണ് കൂടുതലും അവിടെ കാണുന്നത്. പ്രളയത്തിന് ശേഷം ഈ മേഖലയിൽ എത്തപ്പെട്ട ഇവയുടെ എണ്ണം ഇപ്പോൾ കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്നാൽ ഒരു ഗുണമുള്ളത് ഇതുവരെയും ആളുകൾക്ക് മറ്റൊരു തരത്തിലും പ്രയാസമൊന്നും ഇവ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ തുമ്പൂർമൊഴി വരെയുള്ള ഭാഗങ്ങളിലെ കയങ്ങളിലാണ് ചീങ്കണ്ണികളെയും മുതലകളെയും കൂടുതലായി കാണപ്പെടുന്നത്. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമൊഴി, പത്തയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെയും മുതലകളെയും കാണുന്നു. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു. പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരവാസക്കാരായതെന്നാണ് നിഗമനം. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം. പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ വെയിൽ കൊള്ളാൻ പാറപ്പുറത്തും പുഴയോരത്തും കിടക്കുകയും വൈകുന്നേരം ആഴങ്ങളിലേക്ക് മറയുകയുമാണ് പതിവ്. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ കയറി മുട്ടയിടാറുമുണ്ട്. പുഴയിലും തുരുത്തുകളിലുമായി ഇവയെ സ്ഥിരമായി കാണുന്നത് വംശവർദ്ധനവ് മൂലമല്ല എന്നാണ് കണക്കുകൂട്ടൽ. പുലി അടക്കമുള്ള ജന്തുക്കളും പരുന്തും മുട്ട വിരിയുന്ന വേളയിൽ കുഞ്ഞുങ്ങളെ തിന്നുന്നതിനാൽ വംശവർദ്ധനവ് കാര്യമായി ഉണ്ടാകാറില്ലെന്നും ഇവിടെയും ശത്രുജീവികൾ ധാരാളമുള്ളത് കാര്യമായ വർധനവിന് ഇടയാക്കില്ലെന്നും പറയുന്നു. പുഴയിൽ വിവിധയിനം മുതലകളുടെയും ചീങ്കണ്ണികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയും ആർക്കും ഉപദ്രവമുണ്ടായിട്ടില്ല. എന്നിരുന്നാലും അതിരപ്പള്ളിയിൽ വരുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ചാലക്കുടി പുഴയിൽ ഇറങ്ങാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ ഇറങ്ങി അപകടം വിളിച്ചു വരുത്താതെ ഇരിക്കണമെന്നും പുഴയിലിറങ്ങുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നും അധികാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.